UPC ടോപ്പർ വരുന്നു, കോക്കനട്ട് ഓയിൽ ഭയങ്കര നല്ലതാണെന്നുള്ളത്. ആര് ചോദിച്ചാലും എന്ത് ചെയ്യുന്നു, ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം. എനിക്ക് തോന്നുന്നു എന്നെ ആയിരിക്കും പേടിയെന്ന്. ഹായ് ഓൾ, നമസ്കാരം. എൻ്റെ പേര് ഷിനാസ്. ഞാൻ ഐലൻഡ് ഡയറക്ടേഴ്സിൽ ഒരാളാണ്. എൻ്റെ ഒപ്പമുള്ളത് നിഖിൽ സാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഞങ്ങളുടെ പ്രിലിംസ് കം മെയിൻസ് ക്ലാസ് റൂം പ്രോഗ്രാമിൽ നിന്നും റിസൾട്ട് നേടി UPC റാങ്ക് ലിസ്റ്റിൽ 95ാം റാങ്ക് നേടിയ ദേവിക പ്രിയദർശിനി ഉണ്ട്. ദേവിക, കൺഗ്രാറ്റുലേഷൻസ്. ദേവികയുടെ സക്സസ് സ്റ്റോറി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ദേവികയുടെ ഞാൻ സംസാരിക്കുമ്പോൾ ദേവി പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് ആണ് ഇതെന്ന് പറഞ്ഞു. അപ്പോൾ സീരിയസ് അല്ലാതെ പ്രിപ്പയർ ചെയ്തായിരുന്നു? പ്രിപ്പയർ ചെയ്തില്ല സർ, എക്സാം എഴുതിയിരുന്നു. അപ്പോൾ കുറച്ച് വേറെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ടും ഒരു ഫിക്സ്ഡ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളതുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലിങ്ങും അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രിലിംസ് എഴുതി. ആ പ്രിലിംസ് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡിന് വേറെ ദോഹയിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. ആ ഷിഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ 2023 മാർച്ച് ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്തു. അതിൽ എൻ്റെ ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 തവണ ഈ പരീക്ഷ എഴുതിയ ഒരാള് പിന്നെ വീണ്ടും ഒന്നേന്ന് തുടങ്ങുന്നതിന് വേണ്ടി ഒരു PCM ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്തു. അപ്പൊ എന്തിനാണ് ആ സമയത്ത് ഒരു PCM അല്ലെങ്കിൽ ഒരു പ്രിലിംസ് കം മെയിൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് തോന്നിയത്? സർ, ഫെബ്രുവരിയിൽ ഞാൻ ഡിസൈഡ് ചെയ്തിരുന്നു ഈ എക്സാം എനിക്ക് എന്തായാലും സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതണം. അപ്പോൾ അതിനെനിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടൈം ടേബിൾ വേണം, ഇരുന്ന് പഠിക്കാനായിട്ടൊരു അതൊരു ഒരു ഗോള്, അതായത് എക്സാം നടക്കും, അപ്പം ഞാൻ പഠിച്ചേ പറ്റൂ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഇത് വേണം. അതിന് വേണ്ടിയിട്ടാണ് പ്രിലിംസ് കം മെയിൻസ് ബാച്ചിൽ ചേർന്നത്. പിന്നെ എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റാത്ത സബ്ജക്ട്സും ഉണ്ട് ഇന്ന് ഈ സിലബസ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. അതിനെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ക്ലാസ് റൂം പ്രോഗ്രാം വേണമെന്ന് തോന്നി. ട്രിവാൻഡ്രത്ത് ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, ഐലൻഡിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? സർ, എനിക്ക് അറിയാവുന്ന ഒരുപാട് പേര് ഐലേണിൽ പഠിച്ചിട്ടുണ്ട്, ഐലേണുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുണ്ട്. സൂരജ് ബെൻ സാർ ഉണ്ട്, എൻ്റെ സീനിയർ ആയിരുന്നു ഐസറിൽ. പിന്നെ മലയാളം ഓപ്ഷനിൽ ഞാൻ സരിത ടീച്ചറിൻ്റെ ഇവിടെയാണ് എടുത്തത്. പിന്നെ എനിക്ക് അതെ ഞാൻ ടോപ്പേഴ്സ് ടോക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇവിടുത്തെ സപ്പോർട്ട് മനസ്സിലായി. സാറിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കണ്ടു നോക്കി. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടുന്ന സപ്പോർട്ട് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. അപ്പം ഐലൻഡിൽ വന്ന് പ്രിലിംസ് കം മെയിൻസ് ക്ലാസ് റൂം പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂം പ്രോഗ്രാം ഒരു ഹൈബ്രിഡ് മോഡലാണല്ലോ റൺ ചെയ്യുന്നത്. ഓരോ സമയത്ത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ് എടുക്കാം. അങ്ങനെ ഏത് മോഡലായിരുന്നു? ഓൺലൈനായിട്ടായിരുന്നു എടുക്കുന്നത്. ഓക്കെ. ഈ ഐലൻഡിൽ നമ്മളെ ഡിഫറെന്റ് പ്രോഗ്രാംസിൽ പല സ്റ്റേജുകളിൽ നമ്മൾ മെന്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് പ്രിലിംസ് കം മെയിൻസ് പ്രോഗ്രാമിൽ ഒരു മെന്റർ ഉണ്ടായിരിക്കും. മെയിൻസ് സീരീസിലേക്ക് വരുമ്പോഴത്തേക്കും കുറെ കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നെയ്ഗിൾസ് എന്ന പോലുള്ള മെന്റർ ഉണ്ടായിരിക്കും. ഇന്റർവ്യൂ ഗൈഡൻസ് വരുമ്പോഴത്തേക്കും അതിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളവരുടെ മെന്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം താങ്കളുടെ PCM ബാച്ചിൽ താങ്കളുടെ മെന്റർ ആരായിരുന്നു? രാഹുൽ സാറായിരുന്നു. രാഹുൽ രാജേന്ദ്രൻ സാറായിരുന്നു. ആ ഒരു PCM മെന്റർഷിപ്പിലുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും കൂടെ ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പോൾ ഓൺലൈൻ മെന്റർഷിപ്പ് ആയിരുന്നു. അപ്പോൾ വീക്കിലി നമുക്ക് Zoom-ൽ ഒരു മെന്റർഷിപ്പ് ക്ലാസ് ഉണ്ട്. അതുകൂടാതെ മന്ത്ലി 1-on-1 സാറ് ഫോൺ ചെയ്ത് എന്തൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയുണ്ട് അന്ന് സാറ് കാര്യമായിട്ട് ചോദിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പറയാം. അതെല്ലാം സാറ് മറുപടി പറയും. സാറ് പറഞ്ഞിട്ടാണ് ഞാൻ എക്സാം പ്രിലിംസ് ആ വർഷം എഴുതിയത്. ആ വർഷം ഞാൻ മാർച്ചിൽ ജോയിൻ ചെയ്തിട്ട് മെയ്യിൽ സാറ് പറഞ്ഞാൽ എന്തായാലും എഴുതുമെന്ന് പറഞ്ഞിട്ട് ആണ് എഴുതിയത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ അറ്റംപ്റ്റ് എടുക്കത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് 2 അറ്റംപ്റ്റ്. മാർച്ചിൽ ജോയിൻ ചെയ്തതാണല്ലോ. ഓക്കെ. അപ്പം പ്രിപ്പറേഷൻ മുന്നോട്ട് വന്നു. അപ്പം ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് എലമെന്റ് എന്താണെന്ന് വെച്ചാൽ, കെമിസ്ട്രി ആയിരുന്നു പഠിച്ചത്. പക്ഷെ ഇനി UPC-യിലേക്ക് വരുമ്പോഴത്തേക്കും സയൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി സബ്ജക്ട്സ് ഒക്കെ പുതിയതാണ്. അപ്പം എത്രത്തോളം ക്ലാസ് റൂംസ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു? ക്ലാസ്സസ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു? സാർ, സോഷ്യൽ സയൻസ് സ്കൂളിൽ പഠിച്ച് നിർത്തിയതാണ്. പിന്നെ PSC ഒക്കെ എഴുതി KS ഒക്കെ എഴുതിയപ്പോൾ കുറച്ച് നോക്കിയിട്ടേ ഉള്ളൂ. അപ്പം ഈ ക്ലാസ് റൂമിൽ ഓരോ ക്ലാസ്സിലും എടുക്കുന്നത് കേട്ടിട്ട് നോട്ട് ഉണ്ടാക്കി, ഹാൻഡ് ഔട്ടും ഒരു ടെക്സ്റ്റ് ബുക്കും റെഫർ ചെയ്ത് നോട്ട് ഉണ്ടാക്കി അങ്ങനെ പഠിച്ച് വന്ന ഒരാളാണ് ഞാൻ. എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് എല്ലാ ക്ലാസ്സും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓരോ ക്ലാസ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ട് പോലെയാണ് ഒറ്റയ്ക്ക് പഠിക്കാൻ. അപ്പം ഷെഡ്യൂൾസ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ ക്ലാസ്
ക്ലാസ്സിൽ കയറും, ഓൺലൈനായിട്ട് ക്ലാസ്സിൽ കയറും. ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും ന്യൂസ് പേപ്പർ വായിക്കുന്നത്. എന്നിട്ട് അന്നുള്ളത് അന്ന് തന്നെ പഠിച്ചിട്ട് വീക്ക്ലി ടെസ്റ്റിന് മുമ്പ് ഞാൻ ഒന്ന് എൻ്റെ നോട്ട്സ് റിവൈസ് ചെയ്തിട്ട് വീക്ക്ലി പ്രിലിംസ് ടെസ്റ്റ് എടുക്കും. അതേ നോട്ട്സിന് ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് മെയിൻസ് ടെസ്റ്റും എടുക്കുമായിരുന്നു. ക്ലാസ് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിരുന്നു എല്ലാ ടെസ്റ്റ് എടുക്കുന്ന അത് രാഹുലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഖില് മെയിൻസിന്റെ സമയത്തും പറഞ്ഞിട്ടുള്ളായിരുന്നു. ഇൻട്രസ്റ്റിംഗ് സീനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെയിൻസ് ടെസ്റ്റ് സീരീസിന് മെന്റർഷിപ്പ് എടുക്കുന്ന സമയത്ത് ഞാൻ രാഹുലിനോട് ചോദിച്ചു അതായത് നല്ല കുട്ടികൾ ആരൊക്കെയാണ്. അപ്പോൾ ദേവിയുടെ പേര് പറഞ്ഞു കേട്ടോ. ആ ദേവിയുടെ പേര് രാഹുൽ നിഖിൽ സ്ഥലത്തും പറഞ്ഞു. അപ്പം ഞങ്ങൾ തമ്മിൽ ഞാൻ ദേവിക്ക് എനിക്ക് മെയിൻസിന് മെന്ററായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും നിഖിൽ സാർ പറഞ്ഞു നമ്മുടെ PCM ഉള്ള 1-2 കുട്ടികളെ എനിക്ക് ഞാൻ മെന്റർ ചെയ്യുന്നു. അപ്പം ഞാൻ ദേവികയെ നോക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് ആക്ച്വലി അതായത് ഞാൻ ഇപ്രാവശ്യം നമ്മുടെ മെന്റർഷിപ്പ് ഗ്രൂപ്പിൽ 8 പേരാണ് ഉണ്ടായിരുന്നത്. അതായത് അതിൽ ഒരാൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി 7 പേരാണ് റെഗുലർ ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. ആ 7 പേര് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മെന്റർഷിപ്പ് മുതൽ ലാസ്റ്റ് മെന്റർഷിപ്പ് വരെ എന്താണെന്ന് അറിയില്ല കറക്റ്റായിട്ട് അവർ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ PCM അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് അതായത് ആദ്യമായിട്ട് മെയിൻസ് എഴുതുന്നവരെ ഇപ്രാവശ്യം മെന്റർ ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് തരുന്ന ഞാൻ കുറച്ച് പിള്ളേരെ നോക്കാം. അപ്പോൾ ആ പിള്ളേർ ആക്ച്വലി ആദ്യമായിട്ട് മെയിൻസ് എഴുതുന്നവർ അവരെ ഞാൻ മെന്റർ ചെയ്യാം. അപ്പം അങ്ങനെയാണ്. പക്ഷേ ഞാനൊരു കാര്യം സ്പെസിഫൈ ചെയ്ത് പറയേണ്ടത് രാഹുൽ ഹാസ് ആക്ച്വലി ഡൺ എ ഗുഡ് ജോബ്. കാരണം ഇവരുടെയൊക്കെ ഫൗണ്ടേഷൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, ബേസ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. സോ ഇറ്റ് വാസ് ആക്ച്വലി വെരി ഈസി ഫോർ മീ എനിക്ക് ഇവരെ മെന്റർ ചെയ്യാൻ. കാരണം ഞാൻ ആൻസർ റൈറ്റിങ്ങിൻ്റെ ഒരു ബേസ് ഒന്നും തുടങ്ങേണ്ട ആവശ്യമില്ല. ബിക്കോസ് അതിൻ്റെയൊക്കെ ഫൗണ്ടേഷൻ രാഹുൽ അവിടെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാഹുൽ ആക്ച്വലി എനിക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇത് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു അപ്ഡേറ്റ് തന്നിരുന്നു എന്തൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു മെന്റർഷിപ്പ് നമ്മൾ അങ്ങനെയാണ്. കാരണം PCM ഒരു മെന്റർ ആയിരിക്കും, പിന്നെ മെയിൻസിലേക്ക് വരുമ്പം കുറച്ചും കൂടെ. പക്ഷെ ആ ഒരു ട്രാൻസിഷൻ ഭയങ്കര സ്മൂത്ത് ആക്കാറുണ്ടായിരുന്നു. നമ്മുടെ പ്രിലിംസ് പ്രോഗ്രാമിന്റെ പാർട്ടായിട്ട് നമുക്ക് വീക്ക്ലി ടെസ്റ്റുകളുണ്ട്. നേരത്തെ പറഞ്ഞിരുന്നായിരുന്നു എല്ലാ വീക്കിലും പഠിച്ചിട്ട് ടെസ്റ്റ് എടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ടെസ്റ്റ് എടുക്കാൻ പേടിയൊന്നുമില്ലായിരുന്നു? അങ്ങനല്ല, നമ്മളെപ്പോഴും പരീക്ഷ പേടിക്കുന്ന ഒരാളല്ലേ. എങ്ങനെ പരീക്ഷ പേടിയുണ്ടായിരുന്നു? ടെസ്റ്റ് എല്ലാ ആഴ്ചയും എടുക്കുമായിരുന്നോ? പേടിയൊന്നുമില്ലായിരുന്നു. ഒരുപാട് PSC ഒക്കെ ഞാൻ എല്ലാ എക്സാമും എഴുതുന്ന ആളാണ്. അപ്പം എനിക്ക് ടെസ്റ്റ് എടുക്കാനൊന്നും, പിന്നെ എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് ടെസ്റ്റ് എടുക്കാൻ പേടിയൊന്നുമില്ലായിരുന്നു. എന്നെ ആയിരിക്കും പേടിയെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് സാറിന് പേടിയായിരുന്നു? അല്ല, പേടി ടെസ്റ്റ് എടുക്കാൻ പേടി ഉണ്ടായിരുന്നില്ല, സാറിനായിരുന്നു പേടി എന്നുള്ളത്. കാരണം ടെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്ത് പറയുന്നുള്ള പേടിയായിരിക്കും തോന്നുന്നു. നമ്മള് പ്രിലിംസിന്റെ ക്ലാസ്സസിൽ ഡിഫറെന്റ് സബ്ജക്ട്സുകൾ ഉണ്ടായിരുന്നു. അപ്പം ഈ ഓൺലൈനായിട്ട് ക്ലാസ്സിൽ ഇരിക്കുമ്പോഴത്തേക്കും ഫോളോ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല സർ, ഓൺലൈനായിട്ട് ക്ലാസ് ഫോളോ ചെയ്യുന്നതിന് ഡൗട്ട്സ് ഒക്കെ ചോദിക്കാനില്ല. ഡൗട്ട്സ് ചോദിക്കായിരുന്നു. നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് വഴി മെസ്സേജ് അയക്കാം. ഓക്കെ, നമ്മൾ ക്ലാസ്സസ് എല്ലാം കഴിഞ്ഞു, ടെസ്റ്റ് സീരീസ് അത് കഴിയുമ്പോൾ നമ്മുടെ ടെസ്റ്റ് സീരീസ് പ്രോഗ്രാം തുടങ്ങും. ഇപ്പം കഴിഞ്ഞ വർഷങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഓപ്പൺ ടെസ്റ്റിന് വരുന്നതും ഏറ്റവും കൂടുതൽ കുട്ടികൾ രജിസ്റ്റർ ചെയ്യുന്ന ഫുൾ ടെസ്റ്റുകളൊക്കെ നമ്മുടെ ടെസ്റ്റാണ്. അപ്പം IPTസിന്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു? നമ്മുടെ പ്രിലിംസ് ടെസ്റ്റ് സീരീസിലെ പെർഫോമൻസ് നമ്മുടെ ക്ലാസ് റൂം പ്രോഗ്രാമിന്റെ തന്നെ പാർട്ടായിട്ടാണ് നമ്മൾ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് കൊടുക്കുന്നത്. അതിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സർ, ആദ്യത്തെ അസസ്മെന്റ് ടെസ്റ്റ് ഒക്കെ എടുത്തപ്പോൾ 80s ആയിരുന്നു എൻ്റെ മാർക്ക്. പേടിച്ചോ? പേടിച്ചില്ല സർ. അത് എൻ്റെ അറ്റംപ്റ്റ്സ് അപ്പോൾ കുറവായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് സ്ട്രാറ്റജി ഒക്കെ മനസ്സിലാക്കി, പ്രിലിംസിന്റെ സ്ട്രാറ്റജി മനസ്സിലാക്കി അറ്റംപ്റ്റ്സ് കൂട്ടി ഒരു 90+ ഒക്കെ ആയപ്പോഴത്തേക്കും മാർക്കും 100, 90, 100 ബാൻഡിലൊക്കെ വരാൻ തുടങ്ങി. ഇവിടെ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, അതായത് ദേവിക ഒന്ന് ആലോചിച്ചേ, ദേവികയുടെ കണ്ടന്റ് ക്ലാസ് റൂംസിൽ കൂടെ സ്ട്രോങ് ആണെന്ന് ദേവിക പറഞ്ഞു. ആ കണ്ടന്റിന്റെ പുറത്ത് സ്ട്രാറ്റജി വന്നപ്പോഴല്ലേ ശരിക്കും വർക്ക് ആയത്? അല്ലാതെ വെറുതെ സ്ട്രാറ്റജിയിൽ വർക്ക് ആവുമോ? വെറുതെ സ്ട്രാറ്റജിയിൽ വർക്ക് ആവില്ല, വെറുതെ കണ്ടന്റ് വർക്ക് ആവില്ല. അതാണ് ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ക്രൂഷ്യൽ. അതായത് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ എല്ലാരും പറയും പ്രിലിംസിന് ഈ ട്രിക്ക് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ത്രെഷോൾഡ് കണ്ടന്റ് എല്ലാവർക്കും വേണം. ആ കണ്ടന്റിന്റെ മുകളിലേ നമുക്ക് എന്ത് സ്ട്രാറ്റജി, എന്ത് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് നമ്മൾ കുത്തിരുന്ന് പഠിക്കാൻ വേണം. അല്ലാതെ സിവിൽ സർവീസ് എക്സാം ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കട്ടോ അല്ലെങ്കിൽ ഒരു മാജിക് പില്ലൊന്നുമില്ല. കാരണം അത് കുത്തിരുന്ന് നമ്മൾ പഠിക്കാൻ വേണം. എന്നിട്ട് അതിന്റെ മേലെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ റൈറ്റിംഗിനാണെങ്കിൽ കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്, ഇപ്പോൾ പ്രിലിംസ് ടെസ്റ്റ് സീരീസിനാണെങ്കിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്, അത് അപ്ലൈ ചെയ്യാം. ഫുൾ ടെസ്റ്റ് ഒക്കെ വന്നപ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു പെർഫോമൻസ്? ഫുൾ ടെസ്റ്റ് ഓൺലൈൻ ആയിട്ടാണ് എടുത്തത്, അത് ഓഫ്ലൈൻ ആയിട്ട്? ഒരു ഫുൾ ടെസ്റ്റ് ഞാൻ ഇവിടെ വന്ന് ഓഫ്ലൈൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് നടത്തി. ബാക്കിയെല്ലാം ഞാൻ ഓൺലൈൻ ആയിട്ട് എടുത്തു സർ. അതിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് വന്നു. ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു, എനിക്ക് സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് അതിന്റെ റിസൾട്ടാണ്. റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നല്ലേ? നെക്സ്റ്റ് ഡേ തന്നെ പ്രിപ്പറേഷൻ
ഞാൻ റിസൾട്ട് പേരൻസിനെയും കൊണ്ടൊന്ന് ഹസ്ബൻഡിൻ്റെ അടുത്ത് പോകണമായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ദോഹയിൽ പോയി. അവിടെ പോയപ്പോഴേക്കും മലയാളം ക്ലാസ്സൊക്കെ തുടങ്ങി, ഇവിടുത്തെ ക്ലാസ്സൊക്കെ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ കട്ട് ഷോട്ട് ചെയ്ത് വേഗം തിരിച്ച് വന്നിട്ട് പ്രിപ്പറേഷൻ തുടങ്ങി. റിസൾട്ട് വരുന്നതിന് മുമ്പേ ഞാൻ നമ്മുടെ ബൂട്ട് ക്യാമ്പ് അപ്പോഴത്തേക്കും start നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ആ മെയിൻ സീരീസിന്റെ പാർട്ടായിട്ട് നമ്മളൊരു ബൂട്ട് ക്യാമ്പ് കഴിഞ്ഞ തവണ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓപ്പൺ ടു ഓൾ ആയിട്ടായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അതില് മെയിൻസിന്റെ കണ്ടന്റിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി കുട്ടികളെ ഏൽപ്പിക്കും. അത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ ക്ലാസ് ഓക്കെ. മെയിൻസിന്റെ സമയത്തേക്കുള്ള വരുമ്പം ആൻസർ റൈറ്റിംഗ് ഭയങ്കര ക്രൂഷ്യലാണ്. അപ്പം രാഹുൽ സാറ് ഒരു ബേസ് തന്നെന്ന് പറഞ്ഞു. മെയിൻസിന്റെ മെന്റർഷിപ്പിന്റെ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തിരുന്ന ആക്ടിവിറ്റീസ് ഒക്കെ? നമ്മൾ കുറേ PYQs ബ്രെയിൻ സ്റ്റോം ചെയ്തിരുന്നു. ആൻസർ നിഖിൽ സാർ ക്വസ്റ്റ്യൻ ഇട്ട് നമ്മൾ ആൻസർ എഴുതി അയക്കാം. ഏറ്റവും കൂടുതൽ SAക്ക് സാർ കുറേ essay എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാർ എന്നിട്ട് essay ഇവാലുവേറ്റ് ചെയ്ത് തരുമായിരുന്നു. പിന്നെ ഇതൊക്കെയായിരുന്നു സമയമായിട്ട് ചെയ്തത്. അത് എല്ലാ ആഴ്ചയും അത് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു അല്ലേ? എല്ലാ ദിവസവും കൃത്യമായിട്ട് വരും, ഒന്നിലെ വഴക്കുറയും. അതായത് അത് ഞാൻ പറഞ്ഞില്ലേ, അതായത് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് അതായത് ഒരു ഫസ്റ്റ് അതായത് ആദ്യമായിട്ട് മെയിൻസ് എഴുതുന്ന ആളാണ്. അപ്പം നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 2013 മുതലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും PYQs ഞാൻ ഇവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കത് കൊടുക്കും. ഇവർ എല്ലാ ദിവസവും രാത്രി സൂമിൽ വരും. ഇപ്പോൾ രാത്രി 9-10 മണിയാകുമ്പോൾ സൂമിൽ വരും. നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതൊരു കാരണം നമുക്കൊരാഴ്ചയിൽ 1-2 മീറ്റിംഗ് നടത്തിയിട്ട് കാര്യമില്ലാന്ന് എനിക്ക് തോന്നി. കാരണം ഇവരെല്ലാവരും പുതിയ കുട്ടികളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ട്രാറ്റജി അവിടെ വർക്കൗട്ട് ചെയ്തത്. പിന്നെ ഇതുപോലെ നമ്മൾ എന്ന് വെച്ചാൽ പിന്നെ essay പലർക്കും ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ്ലി ഇവരെ കൊണ്ട് essays ഇങ്ങനെ എഴുതിക്കുമായിരുന്നു. അത് അതിൻ്റെ കീയും ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ അത് ഇവരെ കൊണ്ട് ഇവാലുവേറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കുമായിരുന്നു. പിന്നെ അതൊക്കെ ഇങ്ങനെ അത് ആ ഒരു പ്രോസസ്സ് ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റായിട്ട് എല്ലാവരും കറക്റ്റ് സമയത്ത് വരും. അതായത് ആരും ലേറ്റ് ആവില്ല, കറക്റ്റ് സമയത്ത് വരും, കറക്റ്റ് സമയത്ത് എന്ത് ചെയ്യും, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയി. അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇവർക്ക് എന്നെ ഒരു എന്താ പറയാ പേടിയുള്ളത് ചോദിക്കാം. കാരണം ഞാൻ അതായത് ദേവി ഇവിടെ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സസ് വളരെ മിനിമലായിരുന്നു ആ സമയത്ത്. അപ്പം നിഖിൽ സാറാണ് മെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായിരുന്നു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ എന്തായിരുന്നു ഒരു ഫീലിംഗ്? ഭയങ്കര കോൺഫിഡൻസ് ആയി എനിക്ക്. എന്നോട് പണ്ട് ഒരു റാങ്ക് കിട്ടിയൊരു കുട്ടി പറഞ്ഞു, നിഖിൽ സാർ അന്ന് മെന്റർ വന്നപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു. അതാണ് ഞാൻ ഉത്തരം പ്രതീക്ഷിച്ചത്. പേടിച്ചില്ല, കോൺഫിഡൻസ് അല്ല, എനിക്ക് നിഖിൽ സാറിനെ അങ്ങനെ അറിയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. കാരണം ടോപ്പേഴ്സ് ഒക്കെ കുറെ നിഖിൽ സാറിന്റെ നിഖിൽ സാർ ആയിരുന്നു മെന്റർ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. അപ്പം ഈ മെയിൻസ് മെന്റർഷിപ്പിന്റെ സമയത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഇരിക്കുമായിരുന്നു, എഴുതുമായിരുന്നു എന്ന് പറഞ്ഞു, പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പം അവിടെ ഒരു കൺസിഡറബിൾ ഇംപ്രൂവ്മെന്റ് ഇൻ യുവർ ആൻസേഴ്സ് അതൊക്കെ ഒബ്സർവ് ചെയ്തിരുന്നോ? എങ്ങനെയായിരുന്നു? ഒബ്സർവ് ചെയ്തിരുന്നു സാർ. നമ്മൾ മെയിൻസ് PYക്കും ബ്രെയിൻ സ്റ്റോം ചെയ്യുമ്പോൾ ഒരുപാട് എങ്ങനെ പോയിന്റ്സ് ജനറേറ്റ് ചെയ്യേണ്ടത് നമുക്ക് അറിയില്ലെങ്കിലും എങ്ങനെ പോയിന്റ്സ് ജനറേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ആ സെഷനിൽ ഇരുന്നിട്ടാണ് മനസ്സിലായത്. പിന്നെ എനിക്ക് വളരെ ക്രൂഷ്യലായിട്ട് തോന്നിയ കാര്യം, എനിക്ക് പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ നല്ല പാടായിരുന്നു. അപ്പം സെക്ഷണൽ ടെസ്റ്റിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ടെസ്റ്റ് ആയപ്പോഴത്തേക്ക് പോലും ഒരു ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യനൊക്കെ എനിക്ക് ലാസ്റ്റ് എഴുതാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ടെസ്റ്റിന് മുമ്പ് നിഖിൽ സാറിനെ വന്ന് കണ്ടപ്പോഴാണ് സാറ് പറഞ്ഞത് 45 മിനിറ്റ് സ്ലോട്ടിൽ 4 ക്വസ്റ്റ്യൻസ് അങ്ങനെ സ്ലോട്ട് വെച്ച് എഴുതാം. അതങ്ങോട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങിയ തൊട്ട് പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു ഇംപ്രൂവ്മെന്റ് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ദേവികയുടെ ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ടൈം മാനേജ്മെന്റ് ഒരു ഇഷ്യൂ ആയിരുന്നു തുടക്കത്തിൽ. അപ്പോൾ ഞാൻ ആദ്യം ഇവരോട് കണ്ടന്റിൽ ഫോക്കസ് ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങൾ ആദ്യം പേപ്പർ കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ വേണ്ടി നോക്കണ്ട, നിങ്ങൾ കണ്ടന്റിൽ ഫോക്കസ് ചെയ്യും. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ക്ഷമ വേണം, കണ്ടന്റിൽ ഫോക്കസ് ചെയ്യും. പേപ്പർ അവസാനമാകുമ്പോൾ കംപ്ലീറ്റ് ആവും, ഞാൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് പറഞ്ഞുതരാം. അപ്പം എന്ത് ചെയ്യുന്നു വെച്ചാൽ കണ്ടന്റ് കറക്റ്റായിട്ട് ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും അപ്പോൾ നല്ല കണ്ടന്റാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ആ ഒരു മെയിൻസിലുള്ള അങ്ങനെ 3-4 പേരുണ്ട്, നല്ല കണ്ടന്റാണ്. അപ്പോൾ ആ കണ്ടന്റിൽ അങ്ങനെ പോയപ്പോൾ പിന്നെ പതുക്കെ ഈ 15 ക്വസ്റ്റ്യൻ 16 ആയി, 17 ആയി. പിന്നെയാണ് ലാസ്റ്റ് ഞാൻ പറഞ്ഞത് വാട്ട് യു ക്യാൻ ആക്ച്വലി ഡു ഇസ് ലൈക്ക് ആ ഒരു ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അതൊരു നമ്മൾ ആ ഒരു 3 hours ഡിവൈഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളൊരു സംഭവം. പക്ഷെ അത് ആദ്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കണ്ടന്റിൽ ഫോക്കസ് ചെയ്യില്ല. അപ്പൊ അതൊരു പ്രോസസ്സിന്റെ അല്ല, അതൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. കാരണം എന്താണെന്നറിയോ, ഈ പലയിടത്തും നമ്മൾ അല്ലെങ്കിൽ പലപ്പോഴും കുട്ടികൾ ഈ സ്ട്രാറ്റജിയുടെയും പുറകെ പോകും. പക്ഷെ ഈ പരീക്ഷയിൽ കണ്ടന്റ് പ്ലേസ് വെരി ക്രൂഷ്യൽ റോൾ. അത് പ്രിലിംസിലാണെങ്കിലും മെയിൻസിലാണെങ്കിലും അവിടുന്ന് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഈ സ്ട്രാറ്റജി വരത്തുള്ളൂ. അത് പ്രിലിംസാണെങ്കിലും മെയിൻസാണെങ്കിലും അതുപോലെ തന്നെ. മെയിൻസ് എഴുതി കഴിഞ്ഞു, അപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ അല്ലേ, റിസൾട്ട് വരുന്നതിന് ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പം എന്തായിരുന്നു എക്സ്പെക്ടേഷൻ? എനിക്ക് ഇന്റർവ്യൂ കോൾ വരും, പേഴ്സണാലിറ്റി ടെസ്റ്റിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യണം,
എങ്ങനെയായിരുന്നു? സാർ ഇന്റർവ്യൂകൾ വരുമോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഡാഫൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഫില്ല് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ കണ്ട് അങ്ങനെയായിരുന്നു ഇരുന്ന്. കാരണം ആദ്യമായിട്ട് എഴുതുന്ന മെയിൻസ് ആണ്. ഏതെങ്കിലും ഒരു പേപ്പറിന് കാര്യമായിട്ട് കുറഞ്ഞു പോയാൽ വരത്തില്ല എന്നൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എന്തും നേരിടാൻ തയ്യാറായിരുന്നു. പക്ഷെ ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓക്കെ. സാധാരണ നമ്മൾ നിങ്ങൾ ഇന്റർവ്യൂ തുടങ്ങുമ്പോഴത്തേക്ക് ഡാഫ് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ഇവർക്കൊരു സെഷൻ കൊടുക്കും. എന്നിട്ട് ഞാൻ കുട്ടികളോട് പറയുന്നത് ഫില്ല് ചെയ്യേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങളുണ്ട്. അവരുടെ പേഴ്സണൽ അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളും, സ്പോർട്സിൻ്റെ ആക്ടിവിറ്റീസ്, ലീഡർഷിപ്പ്, അവരുടെ ഇൻട്രസ്റ്റും ഹോബീസും. അപ്പോൾ ഇത് നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ പല കുട്ടികളും ചിലപ്പം ലിസ്റ്റ് എന്ത് വെക്കണമെന്ന് അറിയത്തില്ല. പക്ഷെ രാധികയുടെ ദേവിയുടെ കാര്യത്തിൽ വളരെ ക്ലിയർ ആണ്. ദേവിക്ക് അറിയാം എന്തൊക്കെയാണ് വെക്കേണ്ടതെന്നുള്ളത്. അപ്പം മൈ ജോബ് വാസ് വെരി, ഡാഫ് ഒന്ന് സെറ്റ് ചെയ്യുന്നതിലേക്ക് വേർഡിങ്സ് ഒക്കെ ഒന്ന് അഡ്രസ് ചെയ്യുന്നതിലൊക്കെ ഉള്ളൂ. ഇറ്റ് വാസ് വെരി ക്ലിയർ വാട്ട് ഷീ വാണ്ട്സ്. ഡാഫ് ഫില്ലിംഗ് ആയിരുന്നല്ലോ നമ്മൾ ആദ്യം ചെയ്തിരുന്ന ആക്ടിവിറ്റി അല്ലേ? അപ്പൊ ഡാഫ് എല്ലാം ഫ്രെയിം ചെയ്തു. പിന്നെ എന്താ ചെയ്തു തുടങ്ങിയത്? പ്രിപ്പറേഷൻ ഡാഫ് ബേസ് ചെയ്ത് അങ്ങ് തുടങ്ങിയല്ലേ? അങ്ങനെ ഡാഫ് കീവേഡ്സ് എടുത്ത് നോട്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങി സർ. പിന്നെ സാറിന്റെ ഡാഫ് അനാലിസിസ് സെഷൻ കഴിഞ്ഞിട്ട് അതിൽ സാറ് മാർക്ക് ചെയ്ത് തന്ന എല്ലാ പ്രിന്റ് ഔട്ടിൽ എല്ലാ കാര്യങ്ങളും നോട്ട്സ് പ്രിപ്പയർ ചെയ്തു. അതിന്റെ കൂടെ തന്നെ GS കുറച്ച് ഈ ട്രാൻസ്ക്രിപ്റ്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ GS ക്വസ്റ്റ്യൻസും പ്രിപ്പയർ ചെയ്തു. ഈ UPSC ഇന്റർവ്യൂവിന് പോകുന്ന കുട്ടികൾ ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിൽ ചോദിച്ച ചോദ്യങ്ങൾ ഒരു ട്രാൻസ്ക്രിപ്റ്റ് പോലെ ഫോം ചെയ്തിട്ട് ടെലഗ്രാം ഗ്രൂപ്പ്സിലേക്ക് ഷെയർ ചെയ്യാറുണ്ട്. ഇതെല്ലാം കൂടെ കൊളേറ്റ് ചെയ്യുന്ന ടെലഗ്രാം ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പം ഇത് കുട്ടികൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ചോദ്യങ്ങളാണ് വരുന്നത് നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താങ്കൾ ആ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ്റെ സമയത്ത് ഇപ്പം ഡോട്ട് മണ്ഡല വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ന്യൂട്രീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പം ഈ ന്യൂട്രീഷൻ ആക്ച്വലി ഒത്തിരി പേര് ന്യൂട്രീഷനെ പറ്റി വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു ഹോബിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഇരിക്കുന്നവർക്ക് കുറച്ച് നോളജ് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിവില്ലാത്ത ഒരാൾ വെച്ചാൽ, അപ്പം ഇവിടെ എൻ്റെ അടുത്ത് വെച്ച് ന്യൂട്രീഷൻ വെച്ചാൽ കുഴപ്പമുണ്ടോ? അപ്പം ഞാൻ വെച്ചാൽ അടുത്തൊരാൾ ന്യൂട്രീഷനായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഞാനിത് മേടിച്ചു. അപ്പോൾ അവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഞാൻ കോഴ്സൊക്കെ ചെയ്യുന്നുണ്ട് സാർ. പ്രോപ്പറായിട്ടാണ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രോപ്പറായിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് വെച്ചു. കാരണം എത്രയാക്കാലം ഇത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അത് ഇന്റർവ്യൂവിന് ഭയങ്കര നല്ലതായിരിക്കും. എനിക്കൊന്ന് ചോദിച്ചിരുന്നല്ലേ? എന്തായാലും ചോദിച്ചിരുന്നത്? ഒരു ഇൻട്രസ്റ്റിംഗ് ചോദ്യം ലാസ്റ്റ് ഇരുന്ന മാം ചോദിച്ചു, നമ്മൾ പണ്ട് വിചാരിച്ചിരുന്നു ഹെൽത്തി അല്ല എന്ന് വിചാരിച്ചത് ഇപ്പൊ ഹെൽത്തി ആണല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ ഹെൽത്തി അല്ല എന്ന് വിചാരിക്കണം പണ്ട് ഹെൽത്തി ആയിരുന്നല്ലോ, അങ്ങനത്തെ ഫുഡുകളില്ലേ, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ, ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കോക്കനട്ട് ഓയിലിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ എന്റെ അമ്മയൊക്കെ പറ്റി പറയാൻ പറ്റി. അമ്മ പണ്ട് വിചാരിക്കുമായിരുന്നു കോക്കനട്ട് ഓയിൽ അൺഹെൽത്തി ആണ്, ഭയങ്കര കുറച്ച് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോഴാണ് ഇപ്പോഴത്തെ റിസർച്ചസ് പത്രത്തിൽ വരുന്നത് കണ്ടിട്ടാണ് അമ്മയ്ക്ക് മനസ്സിലാവുന്നത് ഭയങ്കര ഹെൽത്തിയാണ്. അത് മാർക്കറ്റിംഗ് ആയിരുന്നു കോക്കനട്ട് ഓയിലിനെ. നമുക്കിത് കട്ട് ചെയ്തിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട കോക്കനട്ട് ഓയിൽ നിർമ്മാതാക്കൾക്ക് കൊടുക്കാം. UPSC ടോപ്പർ വരുന്നു കോക്കനട്ട് ഓയിൽ ഭയങ്കര നല്ലതാണെന്നുള്ളത്. പക്ഷെ ഇന്റർവ്യൂവിന്റെ പ്രോസസ് ഒക്കെ കഴിഞ്ഞ് ഇന്റർവ്യൂ പക്ഷെ ടുവാർഡ്സ് എൻഡ് ആയിരുന്നല്ലോ അല്ലേ? ലാസ്റ്റ് ഫേസിലേക്കായിരുന്നു. കാരണം എനിക്കറിയാം നമ്മളിങ്ങനെ ഇന്റർവ്യൂവിന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വരും. ഇന്റർവ്യൂവിന്റെ സമയത്ത് ദേവിക നമ്മളോട് വൺകൊണ്ടിരിക്കുന്നു, കുറെ ചോദ്യങ്ങൾ പറയുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ വാക്കും ഇതിന്റെ ദേവിക പ്രിയദർശിനി എന്നുള്ള വാക്ക് എടുത്തിട്ട് നമ്മൾ ഇന്ദിരാഗാന്ധിനെ പറ്റി വരെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, ഭയങ്കര എക്സ്റ്റെൻസീവ്ലി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് സിനാരിയോ ഉണ്ടെങ്കിൽ നമ്മൾ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിനെ പറ്റി, കേരളത്തിനെ പറ്റിയുള്ള പല ചോദ്യങ്ങളും പല കുട്ടികളും ഭയങ്കര അവർക്കൊരു മിസ്കൺസെപ്ഷൻ ഐഡിയ ആണ് പലപ്പോഴും ഉണ്ടാവുക. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ വെച്ചിട്ട് ഒരു ചിന്തക് ബയോടെക് സെഷൻ നടത്തി. ചിന്തക് ബയോടെക്കിൽ നമ്മളൊരു വൈകുന്നേരം ഒരു 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് എന്നാൽ പിറ്റേന്ന് രാവിലെ 4-5 മണി വരെ ഒരു ഇരിക്കും. അപ്പം ഒന്ന് കേരള ബേസിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ടാക്കിൾ ചെയ്യണം, പിന്നെ ഈ കുട്ടികളെ ഹോട്ട് സീറ്റിൽ ഇരുത്തിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കും, എന്നിട്ട് ഉത്തരം പറയും, കറക്ഷൻസ് അപ്പം തന്നെ ചെയ്യിപ്പിക്കും. അപ്പോൾ ഒരു 3-4 ഐട്രേഷൻ പോകും. ഇതിൽ കേരള ഇഷ്യൂസ് കുറച്ച് വ്യക്തതയോടുകൂടി പറഞ്ഞ ഒരാളായിരുന്നു ദേവിക ഓൾറെഡി ഓൾമോസ്റ്റ് എന്താണ് ഈ മോഡൽ അതൊക്കെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഷീ റെഡ് ദ കറക്റ്റ് ഡോക്യുമെന്റ്സ് ആണ്. ആ ചിന്തക് ബയോടെക് സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തു സർ. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് അപ്പത്തെ കറണ്ട് അഫയേഴ്സിലൊക്കെ നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് സ്ട്രക്ചർ ചെയ്ത് ഷിന സാർ പറഞ്ഞു തന്നു. അതായത് ഇവരുടെ നിങ്ങളുടെ സെയിം പിയർ ഗ്രൂപ്പുമായിട്ടായിരുന്നല്ലോ നമ്മൾ ഇരുന്നത്. നിങ്ങളുടെ ആ പിയർ ഗ്രൂപ്പ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? UPSC ജേർണിയിലെ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് എൻ്റെ ഇന്റർവ്യൂ സ്റ്റേജിലെ പിയർ ഗ്രൂപ്പ് ആയിരുന്നു സർ. എനിക്ക് വേറെ ഫ്രണ്ട്സ് ഇല്ല, എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ 2 ഫ്രണ്ട്സാണ് അവർ. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ ഒരുപാട് പ്രിപ്പയർ ചെയ്തു.
ഒരുപാട് കാര്യങ്ങൾ GS പ്രിപ്പയർ ചെയ്തു, നമ്മുടെ ഡാഫിൻ പ്രിപ്പയർ ചെയ്തു, നമ്മൾ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അത് പ്രിപ്പയർ ചെയ്തു. ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 4 മാസം കിട്ടിയതുകൊണ്ട് ഭയങ്കര എക്സ്റ്റൻസീവ്ലി പ്രിപ്പയർ ചെയ്തു. ഈ ചിന്തക്കപേട്ടൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ 5 മണിക്ക്, അപ്പം ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഈ സമയത്ത് എങ്ങനെ പോകുന്നത്, കൊണ്ടാക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. അപ്പം അന്ന് വീട്ടിൽ വൈഫ് മോനും ഇല്ലാത്ത ഞാൻ വെച്ച് കൊണ്ടാക്കണം. ഞാൻ താഴെ ഇറങ്ങുന്നപ്പോൾ ഒരു സെൽറ്റോസ് ഇങ്ങനെ സൈഡിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പം മേഡം സെൽറ്റോസില്ല, എനിക്ക് അറിയത്തില്ല അതുവരെ മേഡം സെൽറ്റോസിലാണ് ഇവിടെ വരുന്നത്, ഓടിച്ചു പോകുന്നതൊക്കെ. വളരെ കോൺഫിഡൻറ്റ്, നമ്മളിങ്ങനെ കാണുന്ന ഒരു കുഞ്ഞു ആ ഒരു ഡെബ്യൂർ അല്ല ആൾക്ക്. വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളാണ്. ഓക്കെ, ഇനി ഈ റിസൾട്ട് വന്ന ദിവസം, റിസൾട്ട് ഇങ്ങനെ ഇന്ന് വരും നാളെ വരും, ഇന്റർവ്യൂ കഴിഞ്ഞ് അന്ന് വരും എന്നൊക്കെ പറഞ്ഞ് പല പല കഥകളുണ്ടായിരുന്നു. അപ്പം നമ്മൾ മറ്റേ ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ദിവസം വരുമെന്നുള്ള ഇതിലാണ് 22-ാം തീയതി റിസൾട്ട് വരുമെന്ന് അറിഞ്ഞ ദിവസം വീട്ടിലായിരുന്നു. എവിടെയായിരുന്നു ആ റിസൾട്ട് വന്നപ്പോൾ ഒരു മൊമെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഹസ്ബൻഡ് വീട്ടിലുള്ളതുകൊണ്ട് ഒന്ന് കൊളംബോ ട്രിപ്പ് പോയി സർ. സാറ്റർഡേ സൺഡേ മൺഡേ, എന്നിട്ട് ട്യൂസ്ഡേ രാവിലെയാണ് തിരിച്ചെത്തിയത്, റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് രാവിലെ. അപ്പോൾ സാറ്റർഡേ വരുമെന്ന് വിചാരിച്ചു, മൺഡേ വരുമെന്ന് വിചാരിച്ചു, അവിടെ വെച്ചൊക്കെ അറിയുമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ട്യൂസ്ഡേ ഓൾമോസ്റ്റ് ഷുവറായിട്ട് വരും എന്നിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടായിരുന്നു, റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് കുറേ കോൾസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിസ്റ്റിലുണ്ടെന്നാണ് അർത്ഥം, ഇല്ലെങ്കിൽ സൈലൻ്റ് ആണെങ്കിൽ ലിസ്റ്റിൽ ഇല്ല എന്നാണ് അർത്ഥം. എന്നിട്ട് ഞാൻ അന്ന് ലഞ്ച് കഴിച്ചു, എല്ലാവരുമായിട്ടൊക്കെ ഇരുന്ന് ലഞ്ച് കഴിച്ച് ഞാൻ ഫോൺ സൈലൻറ്റിലിട്ടു. എന്നിട്ട് ഞാൻ ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് ഫോൺ എടുത്തപ്പോൾ കുറേ കോൾസ്. അപ്പോൾ ഇതിൻ്റെ മെസ്സേജ് കണ്ടപ്പോൾ കൺഗ്രാറ്റ്സ് എന്നൊക്കെ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് സമാധാനം, അറ്റ്ലീസ്റ്റ് ആ ലിസ്റ്റിലെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ഇതെടുത്ത് PDF എടുത്ത് പ്രിയദർശിനി സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് സർ. അതെ അതെ. പിന്നെ എന്നെ വിളിച്ചപ്പോൾ ആക്ച്വലി കരയായിരുന്നു. അപ്പം ഞാൻ ദേവിനെ വിളിക്കുമ്പോൾ ദേവി പറഞ്ഞു വീട്ടിലാണ്, എല്ലാവരും ഹസ്ബൻഡ് വീട്ടിലാണ്. അപ്പം ഞാൻ ദേവി അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ദേവിയെ കാരണം കയറി ചെല്ലുമ്പോൾ ദേവി ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കുക. ഞാൻ പറഞ്ഞ ഒന്നും കൂടെ വെച്ചാൽ ചിലപ്പോൾ പൊട്ടിക്കരച്ചില്ലപ്പം. പക്ഷെ ആ ദേവിയുടെ കരച്ചിൽ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം ഉള്ളൊരു കരച്ചിൽ. നമ്മൾ ഈ ആനന്ദാശ്രുക്കൾ എന്നൊക്കെ പറയില്ലേ, ദേവിയുടെ ഈ ജേർണിയിൽ പല ആൾക്കാരും പല പേഴ്സൺസും വളരെ ക്രൂഷ്യൽ റോൾ വഹിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഒരാളെന്ന് പറയുന്നത് ദേവികയുടെ അമ്മയുടെ ബ്രദർ, ദേവിയുടെ ഹസ്ബൻഡിന്റെ അച്ഛൻ. അങ്കിളാണ് ആദ്യമായിട്ട് ദേവികയുടെ അടുത്ത് UPSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. പുള്ളിക്കാൻ എന്തുകൊണ്ടായിരിക്കും ദേവിയിൽ ഒരു UPSC മെറ്റീരിയൽ ഉണ്ടെന്ന് തോന്നിയത്? എന്തായിരിക്കും? ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദാറ്റ്? സാർ കുഞ്ഞു ക്ലാസ് തൊട്ടേ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അക്കാഡമിക്കലി ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കും, അത് ബുദ്ധിൻ്റെ അല്ല, കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുള്ള മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആണെന്ന് തോന്നുന്നു. മാമിന് ആരെയും ഡോക്ടറാക്കണം എന്നൊക്കെയുണ്ട്, എൻ്റെ അനിയൻ്റെ അടുത്ത് ഡോക്ടർ ആവണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മാമിൻ്റെ പ്രൊഫസറായിരുന്നു, മാമിനും അക്കാഡമിക് സൈഡിലാണ്, PhD ഒക്കെ എടുത്തതാണ്. അപ്പം ഞാൻ PhDക്ക് പുറകെ പോകാതെ ഒരു ജോലി സെറ്റ് ചെയ്ത് സിവിൽ സർവീസ് നല്ലൊരു ഓപ്ഷനാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞ് ഇറക്കുന്നത്, കോൺഫിഡൻസ് തന്ന് ഒന്ന് പുഷ് ചെയ്യുന്നത്. ദേവിക നേരത്തെ പറഞ്ഞില്ലേ ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കായിരുന്നു. ദേവികയുടെ കണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ചെയ്തു തീർക്കണം എന്നാണ് ദേവി അതെങ്ങനെയെങ്കിലും ചെയ്തു തീർക്കും. അതൊരു അല്ലെങ്കിൽ എഫേർട്ട് ഇട്ട് അത് തീർത്ത് നമുക്ക് കറക്റ്റായിട്ട് അയച്ചു. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇന്നൊരു എസ്സേ തരാം, നാളെ രാവിലെ 10 മണിക്ക് മുമ്പ് തരണം എന്ന് പറഞ്ഞാൽ ദേവിക അത് ചെയ്തിരിക്കും. അപ്പോൾ അത് ആക്ച്വലി എന്താണ്, അത് പ്രത്യേകിച്ച് അത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയാണ്. നമുക്ക് വേണ്ട ഒരു അതിൻ്റെ കൺസിസ്റ്റൻറ്റുമാണ്, എഫേർട്ട് ഇടാൻ റെഡിയുമാണ്. കാരണം ആദ്യത്തെ ദിവസം ഒരു ആൻസർ അയച്ചു തരുന്നവരല്ല, 10ാം ദിവസം അല്ലേ 20ാം ദിവസം അതേ ആക്ടിവിറ്റി. ഫസ്റ്റ് ഡേ മുതൽ ലാസ്റ്റ് ഡേ വരെ ഒരു കൺസിസ്റ്റൻസി. ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് ആർക്കും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഇതങ്ങനെ എന്താ പറയുക, ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി അക്കാഡമിക്കലി നമ്മൾ ഭയങ്കര ബ്രില്യൻ്റ് ആവണം, ഇത്ര മാർക്ക് വാങ്ങണം എന്നൊന്നുമില്ല. നമ്മൾ ആ ഒരു പ്രിപ്പറേഷൻ തുടങ്ങുന്ന അന്ന് മുതൽ റിസൾട്ട് വരുന്ന അന്ന് വരെ നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി, ഒരു പെർസിവറൻസ് ആൻഡ് പേഷ്യൻസ്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആർക്കും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ. ഞാൻ വീട്ടിൽ വന്ന ദിവസം അച്ഛനുണ്ട്, അമ്മയുണ്ട്. കാരണം നിങ്ങൾ കൊളംബോ ട്രിപ്പ് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കാം. മദറിലും ഉണ്ട്, പിന്നെ സിസ്റ്ററിലും ഉണ്ട്. അപ്പം ദേവിക താങ്ക്സ് ഒക്കെ പറയുമ്പോൾ ഇവരെല്ലാവരും ഉണ്ട്. നമ്മളൊരു സാധാരണ സിനിമയിലോ ഒരു വേളയ്ക്ക് സാധാരണ ഒരു വീട്ടിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു സൈഡിൽ അമ്മായിമ്മയും മരുമോൾ അങ്ങനൊന്നുമില്ല. എന്തായിരുന്നു ഈ അമ്മായിമ്മ മരുമോൾ റിലേഷൻഷിപ്പ്? കാരണം ഇത് ഞാൻ ചിന്തക്കപ്പെട്ടൊക്കെ സമയത്ത് ചോദിച്ചിരുന്നു, രാത്രി ഇത്ര ലേറ്റായിട്ട് വന്നാൽ ഒന്നും പറയത്തൊന്നുമില്ല, ഒരു കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ഹൗ വാസ് ദാറ്റ് റിലേഷൻഷിപ്പ്? മാമി ട്രിവാൻഡ്രത്ത് തന്നെ ജനിച്ച് വളർന്ന ആളാണ്, ഞാൻ കുഞ്ഞിലേ തൊട്ട് കാണുന്ന ആളാണല്ലോ. അപ്പം എൻ്റെ ഫാമിലിയിലോട്ട് തന്നെയാണ്, ഞാൻ ഫാമിലിയിൽ തന്നെ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് സാർ എനിക്കുള്ളത്. മാമി ഭയങ്കര ഫോർവേഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരു കാര്യത്തിലും ഒരു സൊസൈറ്റൽ നോംസിന് വേണ്ടിയിട്ടും പ്രഷറൈസ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല.
പഠിച്ച് ജോലി നേടി ഇൻഡിപെൻഡൻ്റ് ആവുക. മാമി വളരെ കുഞ്ഞിലെ ബാങ്കിൽ ജോലിക്ക് കയറി ചീഫ് മാനേജറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസും ഇൻഡിപെൻഡൻസിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ അറിയാവുന്ന ആളാണ്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു. ഞാൻ അവിടെ വന്നപ്പോൾ റിപ്പോർട്ടർ ചാനലാണെന്ന് തോന്നുന്നു ചോദിക്കുന്നുണ്ട്, അച്ഛനടുത്ത് ചോദിക്കുന്നു, അതായത് മോള് കല്യാണം കഴിച്ചു പോയി തിരിച്ചൊരു IAS ഓഫീസറായിട്ട് തിരിച്ചു വരുന്നു. അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അവർ ഭയങ്കര ഹാപ്പി. ഓക്കെ, എത്ര പേരാണ് നിങ്ങൾ? ഞാനും അനിയനും. പിന്നെ ഒരു ചേച്ചിയുടെ അനിയത്തിയുടെ കുറവ് വീട്ടിൽ തന്നെ മാറുന്നുണ്ടല്ലേ? കാരണം ഹിസ്റ്ററിയിലോ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും നിങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ഒരു ഫാമിലിയിൽ ഇങ്ങനെ ഒരുമിച്ചിരുന്ന സമയത്ത് ആണ് മാമൻ ആദ്യമായിട്ട് ചോദിക്കുന്നത്. അവരുടെയൊക്കെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ചേച്ചിയും മാമനും കൂടെയാണ് എന്നെ പറഞ്ഞ് ഇതിൽ എന്തായാലും നീ ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞ് ഇറക്കുന്നത്. ഇതിലേക്ക് തള്ളിവിടുന്ന അവരാണ്. ചേച്ചി കോൺസ്റ്റന്റ് ആയിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ചേച്ചി പ്രിപ്പയർ ചെയ്യാൻ വന്നു, പിന്നെ ചേച്ചി തിരിച്ച് ദുബായി പോയി. ദുബായിലായിരുന്നു ഹസ്ബൻഡ്. ചേച്ചി കുറച്ച് നാൾ ഇവിടെ വർക്ക് ചെയ്തു. അപ്പോഴെല്ലാം ചേച്ചി ഇങ്ങനെ നിനക്ക് എന്തായാലും കിട്ടും. ഞങ്ങൾക്ക് കിട്ടാത്ത എക്സാം ഉണ്ടായിരുന്നു. KSൻ്റെ ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ റാങ്ക് കുറച്ച് താഴെയായിരുന്നു. അപ്പോൾ കിട്ടത്തില്ല എന്ന് അറിയായിരുന്നു. അത് ചേച്ചി പറഞ്ഞാൽ വിഷമിക്കേണ്ട, ഞാൻ ഇന്ന് രാവിലെ സ്വപ്നം കണ്ടു നിനക്ക് സിവിൽ സർവീസ് കിട്ടുന്നത്, നിനക്ക് എന്തായാലും അത് കിട്ടും, അതുകൊണ്ടാണ് ഇത് കിട്ടാതെ. അങ്ങനത്തെ ഒരു സപ്പോർട്ട് എല്ലാ റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞു ഇത് കിട്ടുമെന്ന് സ്വപ്നം കണ്ടു. എല്ലാ നാത്തുമാരും ഈ നാത്തുമാരെ കണ്ടു പഠിക്കേണ്ടതാണ്. ഓക്കെ, വേറെ ഇൻട്രസ്റ്റിംഗ് കാര്യം, അതായത് ഒരു നല്ല പെറ്റ് ലവർ ആണല്ലേ? വീട്ടിലൊരു കുഞ്ഞു പട്ടിക്കുട്ടിയൊക്കെ ഉണ്ട്, ചാർലി. കാണാൻ കുഞ്ഞല്ല സർ, കാണാൻ കുഞ്ഞല്ല, വലിയ കുട്ടിയാണ്. ഞാനന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന വലിയ കുട്ടിയാണ്, അവനാണല്ലേ? ഓക്കെ, ഏത് ബ്രീഡ് അത്? ഓക്കെ, പട്ടി മാത്രമല്ല വേറെ എന്തെങ്കിലും ഒക്കെ പെറ്റ്? 2 ലോറിക്കീറ്റ്സ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്. എന്തെങ്കിലും പേരിട്ടുണ്ട്? നിമോ, സിംബ. ഈ പ്രിപ്പറേഷൻ ജേർണിയുടെ സമയത്ത് ടെൻഷൻസ് ഉണ്ടാവാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ടെൻഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ മാത്രമാണ് ഈ പ്രിപ്പറേഷൻ പലപ്പോഴും ഉള്ളത്. പരീക്ഷനെ പറ്റിയുള്ള ടെൻഷൻ, പ്രിപ്പയർ ചെയ്യുന്ന കറക്റ്റാണുള്ള ടെൻഷൻ, ഇത് കിട്ടുമെന്നുള്ള ഒരു ടെൻഷൻസിനെ പറ്റിയുള്ള. അത് ഹൗ ഡു യു മെയിൻറ്റെയിൻ യുവർ മെന്റൽ ഹെൽത്ത്? ഇതൊരു ക്രൂഷ്യൽ എലമെന്റ് അല്ലേ? ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൗ ഡിഡ് യു മെയിൻറ്റെയിൻ ദാറ്റ്? സാർ, ഈ മെന്റലി എന്തെങ്കിലും പ്രശ്നം ആവുകയാണോ, അതുകൊണ്ടാണ് വിഷമാവുന്നത്, കരയുന്നതെന്ന് ഒന്നും മനസ്സിലാക്കുന്നില്ലായിരുന്നു. ഞാൻ തലേ ദിവസം പിറ്റേ ദിവസം എന്ത് ചെയ്യണമെന്ന് എഴുതി വയ്ക്കും. എന്ത് വന്നാലും ഞാനത് ചെയ്ത് തീർക്കും, അത് ടിക്ക് ചെയ്യും എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത് ഏറ്റവും വെറുതെ ഇരിക്കുമ്പോഴാണ്, എൻ്റെ ഐഡിയലായിട്ട് ഇരിക്കുമ്പോഴാണ് എനിക്ക് ഓവർ തിങ്കിങ് ഒക്കെ ഒന്ന് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ചെയ്യാനുള്ളത് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇഷ്യൂസ് ഇല്ല. സൈക്കിളിൽ പോകുമ്പോൾ ഇഷ്യൂസ് ഇല്ല. മെയിൻസ് ഇൻ്റർവ്യൂ ഗ്യാപ്പ് വരുമ്പോഴാണ് ഓവർ തിങ്കിങ്ങും വിഷമങ്ങളും ഒക്കെ കൂടി കാണുന്നത്. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിമോയും സിംബ എൻ്റെ അടുത്ത് തന്നെ എപ്പോഴും ഉണ്ടാവും, എൻ്റെ മടിയിലിരിക്കും. അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ, ഇവരുടെ കളിയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷവും സമാധാനമാണ്. ചാർലിയെ ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ വാങ്ങിയതുള്ളൂ. മെയിൻസ് കഴിഞ്ഞിട്ടാണ് ചാർലി വന്നത്. ചാർലിയും ഇൻ്റർവ്യൂ സമയത്ത് നല്ലതായിരുന്നു. ഈ ഡ്രൈവിംഗ് എപ്പോഴാണ് പഠിച്ചത്? നേരത്തെ തന്നെ അറിയാമായിരുന്നു അതോ? സർ, ഡ്രൈവിംഗ് 2014 ലൈസൻസ് ഒക്കെ എടുത്തതാണ്. അന്നൊക്കെ കുറച്ച് കാർ ഓടിക്കുമായിരുന്നു. പിന്നെ അച്ഛനും അമ്മയും പറഞ്ഞു വണ്ടി ഓടിക്കണ്ട, കുറച്ച് നാളത്തേക്ക് ഓടിക്കണ്ടെന്ന് പറഞ്ഞു. അവർക്ക് കുറച്ച് പേടിയൊക്കെ ആയിട്ട് വണ്ടി ഓടിക്കണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മെയിൻസ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അച്ഛൻ പറഞ്ഞത് ഇനിയിപ്പോൾ വണ്ടി ഓടിക്കാം എന്ന് പറഞ്ഞിട്ട് കുറച്ചൊന്ന് ഓടിച്ചു. അതിനുശേഷം പിന്നെ നെസസിറ്റി ആയി, ഇവിടെ വരണം, 1-2 ഇടത്തൊക്കെ പോകണം, അപ്പം പിന്നെ കാർ ഓടിക്കണം. അങ്ങനെ ഓടിച്ച് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയത്. ഫോട്ടോഗ്രാഫി ഒരു ചെറിയ പാഷൻ ഉണ്ടോ? ചെറുതായിട്ട് പാഷനൊന്നുമില്ല സർ, പക്ഷെ എനിക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടമാണ്, ശ്രമിക്കും. ഓക്കെ, ഇനി അതായത് ഞാനിത് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സെർച്ചൊന്നും വരത്തില്ല, ഇവരവരുടെ ഹോബീസ് പലതും മാറ്റിവെക്കും, ഇവരുടെ മെന്റൽ ഹെൽത്ത് മാറ്റിവെക്കും, ഇവരുടെ ഫിസിക്കൽ ഹെൽത്ത് മാറ്റിവെക്കും. അപ്പം മിഥുൻ പറയാൻ പറ്റില്ല, നമ്മുടെ സ്റ്റുഡൻറ്റ് മിഥുന് ലാസ്റ്റ് അറ്റംപ്റ്റ് കാര്യം മിഥുൻ എടുത്ത് പറഞ്ഞ കാര്യം, ഈ അറ്റംപ്റ്റിൽ ഇപ്പം ഞാൻ എല്ലാ കാര്യം ചെയ്യും. ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോകും, ഹെൽത്ത് നോക്കും, പ്രോപ്പർ ഫുഡ് കഴിക്കാൻ നോക്കും, ലൈഫിൻ്റെ പാർട്ട് തന്നെ. അപ്പം എനിക്ക് തോന്നുന്നു ഒരു ആസ്പിറന്റ് കമ്മ്യൂണിറ്റി താങ്കളുടെ ലൈഫിൽ നിന്ന് എടുക്കേണ്ട ഒരു ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു നീഡ് ടു ബി മെന്റലി സ്ട്രോങ്. അപ്പം നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രിപ്പറേഷനൊപ്പം, അല്ലേ? അത് ഭയങ്കര ക്രൂഷ്യലാണ്. ഞാൻ എന്ത് ചെയ്തത് കൊണ്ടാണ് UPSC കയറിയത് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ കയറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു കാര്യം പറയാൻ പറ്റുന്നത്? സർ, ഐലേണിൽ തന്ന പ്രോസസ്സ്, ഐലേൺ ഫോളോ ചെയ്ത് ഐലേൺ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്തു.
ഐലൻഡിലെ മെന്റേഴ്സ് പറഞ്ഞത് കൃത്യമായിട്ട് ചെയ്തു. എല്ലാം ചെയ്തിട്ടുണ്ട് സർ. എന്ത് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് റാങ്ക് ലിസ്റ്റിൽ കയറിയത്? എന്ത് ഞാൻ ചെയ്തില്ല? സോ കാരണം പലപ്പോഴും എല്ലാവരും എന്ത് ചെയ്യണം എന്നാണ്. നമ്മൾ എന്ത് ചെയ്യരുത് എന്നുള്ളത് ഭയങ്കര ക്രൂഷ്യലാണ്. പലപ്പോഴും കുട്ടികളുടെ അടുത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്, എന്ത് ഞാൻ ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ കയറിയത്. സോ ഒരുപാട് സ്ട്രാറ്റജീസ് നമുക്ക് പുറത്തുനിന്ന് കേൾക്കാം. നമ്മുടെ അടുത്ത് സംസാരിക്കുന്നവരും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയും. പക്ഷേ ഇതെല്ലാം കേട്ട് ഫോളോ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാക്കി നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് സാർ എനിക്ക് തോന്നുന്നത്. എൻ്റെ ഐലേൺ ലൈഫിൽ ഏറ്റവും സന്തോഷം തോന്നുന്നത് റിസൾട്ട് അല്ല, റിസൾട്ട് ഒബ്വിയസ്ലി ഭയങ്കര സന്തോഷം, അതല്ലാതെ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു മൊമെന്റ് എപ്പോഴായിരിക്കും? ഇവിടെ പിയർമോക്കിന് വരുന്നത് ഭയങ്കര സന്തോഷമാണ്. മെയിൻസ് കഴിഞ്ഞിട്ട് നിഖിൽ സാറെ വീട്ടിലോട്ട് വിളിച്ച് അല്ല, അത് മെയിൻസിന്റെ ലാസ്റ്റ് ഡേ ഞാൻ, കാരണം ഇവരെ ഞാൻ ആദ്യം മുതൽ അവസാനം വരെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ ദിവസവും. അപ്പം പിന്നെ ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഞാൻ വേറെ സംസാരമൊന്നുമില്ല, ഞാൻ പഠിത്ത കാര്യം മാത്രമേ സംസാരിക്കുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ലാസ്റ്റ് ഡേ നമ്മൾ മെൻറ്റർഷിപ്പ് മെയിൻസ് എഴുതാൻ പോകുന്നതിന് മുമ്പ് അപ്പോൾ എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ എന്നുള്ളത് നമ്മളൊരു മീറ്റിംഗ് വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവരെ വീട്ടിലേക്ക് വിളിക്കാമെന്ന്. അങ്ങനെ ഒരു ലഞ്ചിന് ഞാൻ അവരെ വീട്ടിലേക്ക് വിളിച്ചു. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്ന ഒരു മെൻറ്റി ഗ്രൂപ്പിലുള്ള ഒരാൾ, സാർ ഇത്രയൊക്കെ സംസാരിക്കുമോ എന്നോട് ചോദിച്ചു. ഔട്ട്സൈഡ് അക്കാഡമിക്സ് സാറിന് ചിരിച്ചാണ് സംസാരിക്കുന്നത് കുറവാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ പ്രോസസ്സിൽ ഏറ്റവും വിഷമം തോന്നിയ ഏതൊരു മൊമെന്റായിരുന്നു? വിഷമം അല്ലെങ്കിൽ താങ്കൾ ആ പ്രോസസ്സിനൊക്കെ ഡൗട്ട്ഫുൾ ആവാമല്ലോ എല്ലാവർക്കും. തലേന്ന് പേടിയായിരുന്നല്ലേ? പക്ഷെ എത്ര എസ് എഴുതിയിട്ടുണ്ട്, എത്ര എസ് സാർ എഴുതിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രാക്ടീസ് ആണ് ആക്ച്വലി നമ്മളെ, എനിക്ക് തോന്നുന്നു ഞാനിത് ഇപ്പം നമ്മൾ കൺക്ലൂഡ് ചെയ്യാന്ന് പറയത്തില്ല, എസ്സേലൊക്കെ അവസാനം കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിലൊരു അങ്ങനെ സ്ട്രാറ്റജീസ് ഒക്കെ വായിക്കാൻ കൺക്ലൂഡ് ചെയ്യുന്ന കാര്യം, ഒരു വെരി കൺസിസ്റ്റന്റ് റൈറ്റ്. അത് ക്ലാസ് കൃത്യമായിട്ടാണ്, എല്ലാ ക്ലാസ്സും ക്ലാസ്സിന് ശേഷം പഠിക്കും, ടെസ്റ്റ് എടുക്കും. യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് എക്സ്ട്രോണറി, യു ആർ ഡൂയിങ് ഓർഡിനറി ബേസിക് തിങ്സ് ബട്ട് ഇൻ എ വെരി കൺസിസ്റ്റന്റ് മാനർ. പ്രോസസ് ട്രസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ആണെങ്കിൽ, കാരണം നമ്മുടെ സ്റ്റുഡൻസ് പലപ്പോഴും ഉണ്ടല്ലോ, ഞാൻ കയറിയ സ്റ്റുഡൻസിന് പലപ്പോഴും കാണുന്ന ഒരു ആസ്പെക്ട് അതാണ്. ഇറ്റ് ഇസ് നോട്ട് വെരി, ഐ മീൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു തിങ്ക് ദാറ്റ് ഇവിടെ വന്നാൽ കയറും എന്നൊരു വിശ്വാസം കൊണ്ടായിരിക്കും. പക്ഷെ പ്രോസസ്സിൽ അങ്ങ് വിശ്വസിക്കുക അല്ലേ. ഈ പ്രോസസ്സിൽ കൂടെ പോയിട്ടുള്ളവരുണ്ട്. ഇപ്പം ഐലൻഡ് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമുക്ക് മറ്റേ 850 hours ഓഫ് ക്ലാസ് ഉണ്ട്, മെൻഷൻ ഉണ്ട്. അൾട്ടിമേറ്റ്ലി ഐലൻഡിൽ ഒരു പ്രോസസ് ഉണ്ട്. യു ബിലീവ് ദാറ്റ് പ്രോസസ് യു വിൽ ഗെറ്റ് ത്രൂ റൈറ്റ്. അതാണ് ആക്ച്വലി ദേവികയുടെ റിസൾട്ട് നമുക്ക് കാണിച്ചു തരുന്നൊരു കാര്യം. ആ പ്രോസസ്സിൽ വിശ്വസിക്കുക, യു വിൽ ഗെറ്റ് ത്രൂ ഇൻ ടു ദ റാങ്ക് ലിസ്റ്റ്. ദേവിക ഒത്തിരി അധികം കുട്ടികൾ ദേവികനെ പോലെ സീരിയസ് ആയിട്ട് അറ്റംപ്റ്റ് കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. 1-2 തവണ ചിലപ്പോൾ പ്രിലിംസ് എഴുതിയിട്ടുണ്ടായിരിക്കും. അത്ര ഒരു കുട്ടികളെടുത്ത് ഒരു പി സി ബാച്ചിന്റെ ഇമ്പോർട്ടൻസും പിന്നെ എന്താ ചെയ്യേണ്ടതെന്നും എന്തായിരിക്കും ദേവിക്ക് പറയാനുള്ളത്? ഒരു പ്രോസസ്സ് ഉണ്ടാക്കുക സർ, അല്ലെങ്കിൽ പ്രോസസ്സ് സ്ഥലത്തെത്തുക, എന്നിട്ട് അത് നമ്മളോട് തന്നെ ഓണസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. പിന്നെ ഈ നമുക്ക് ഓരോ ഡേയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ എക്സിജൻസീസ് വരും, അതൊക്കെ ഒന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് എന്ത് വന്നാലും ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ വിടത്തില്ല, തളർന്നു പോകത്തില്ല, സമയം പോയാലും ഞാനത് മേക്കപ്പ് ചെയ്യും. അന്നൊരു വിശ്വാസം വേണം. ഇപ്പം മെയിൻസ് എക്സാം എഴുതുന്ന അല്ലെങ്കിൽ മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ആ സ്റ്റേജിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ എമർജൻസിയോ മറ്റോ വന്നാൽ തന്നെ നമ്മുടെ കുറേ സമയം പോകും. അതൊക്കെ വരാതിരിക്കാനൊരു ഭാഗ്യം എനിക്കുണ്ടായി. അത് വന്നാലും അതിനൊക്കെ ഓവർകം ചെയ്യുന്നൊരു കോൺഫിഡൻസ് വേണം. പക്ഷേ പറയാൻ കാരണം, മെയിൻസിൻ്റെ ഓപ്ഷണൽ എക്സാം എഴുതിയിട്ട് മലയാളം ഓപ്ഷണൽ എഴുതി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അപ്പം എല്ലാവരും ഉണ്ട് ഫാമിലിയിൽ. അപ്പം നമ്മളൊരു ഡിന്നറിന് പോകാമെന്ന് വെച്ചു. ഡിന്നറിന് അവിടെ എത്തിയപ്പോഴത്തേക്ക് അച്ഛനങ്ങ് തളർന്നു പോയി. പിന്നെ അച്ഛനെയും കൊണ്ട് കോസ്മോയിൽ പോയി. അന്ന് രാവിലെ എക്സാം എഴുതിയതാണ്. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ സമയം 12 മണി, നമ്മളെല്ലാവരും കോസ്മോയിൽ ഇരിക്കുന്നു. എന്നിട്ട് അന്ന് കുറേ നേരം കോസ്മോയിലായിരുന്നു. അപ്പോൾ അച്ഛനൊന്നുമില്ല, അച്ഛൻ ഫുഡ് കഴിക്കാതിരുന്ന് അച്ഛന് തളർച്ച വന്നതാണ്. അച്ഛൻ അപ്പോഴത്തേക്ക് റിക്കവറായി. അപ്പോൾ കുറേ സമയം പോയി. ഞാൻ ഓർക്കും ഇതിപ്പോൾ ഇന്നലെ സംഭവിച്ചില്ല, ഇന്നലെ ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ട്, മെനഞ്ഞാന്നും സംഭവിച്ചില്ല. അപ്പോൾ ആ ഒരു ഭാഗ്യം എനിക്കുണ്ടായി സർ. ഇനിയിപ്പോൾ എന്തെങ്കിലും എക്സിഡൻസി വന്നാലും അത് ഓവർകം ചെയ്യാനൊരു കോൺഫിഡൻസ്, ആ ഒരു പ്രിപ്പറേഷനും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് എക്സിഡൻസി വന്നാലും ഓവർകം ചെയ്യാം. ഞാൻ അരവിന്ദിനെ പറ്റി ചോദിക്കാതിരുന്നല്ല, അരവിന്ദിനെ പറ്റി ചോദിക്കണം. ഖത്തർ എയർവേസിലാണ് വർക്ക് ചെയ്യുന്നല്ലേ? ഹി ഹാസ് എ വെരി ഗുഡ് ജോബ് റൈറ്റ്, വെരി ഗുഡ് ജോബ്. വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് ജോലിയൊന്നും ചെയ്യാതിരിക്കാമെന്നുണ്ട്. പക്ഷേ ചേട്ടൻ നിന്നെ കണ്ടിന്യൂസ്ലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പുഷ് ചെയ്യുന്നുണ്ട് എഴുതണമെന്ന്. വാട്ട് വാസ് എ സപ്പോർട്ട് ഫ്രം ഹസ്ബൻഡ്? അരവിന്ദിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു?
സാറ് പറഞ്ഞ പോലെ ഞാൻ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല ആക്ച്വലി ഫിനാൻഷ്യലി. ഞാൻ ദോഹയിൽ പോകാനായിട്ട് കൊച്ചിയിൽ ഇമിഗ്രേഷനിൽ നിൽക്കുമ്പോൾ ഇമിഗ്രേഷൻ ഓഫീസർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇമിഗ്രേഷൻ ഓഫീസർ എനിക്ക് ഓർമ്മ വന്നത്. പക്ഷേ ഹസ്ബൻഡ് പറയുന്നത് നീ പഠിച്ച് സിവിൽ സർവീസ് നേടണം, പിന്നെ ചുമ്മാ കളിയാക്കാൻ പറയാം, ഇല്ലെങ്കിൽ ഹൗസ് വൈഫായിട്ട് വീട്ടിലിരിക്കും, വേറെ ജോലി. എനിക്ക് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് കിട്ടുമ്പോഴും പുള്ളിക്ക് സന്തോഷമില്ല. പുള്ളി പറഞ്ഞാൽ നിനക്ക് എന്തായാലും സിവിൽ സർവീസ് കിട്ടും, അപ്പം നീ സിവിൽ സർവൻ്റ് തന്നെ ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ ഫുള്ളി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും വീട്ടിൽ ചെന്ന് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോയിരുന്നു, പക്ഷെ അത് കിട്ടിയാലും ഞാൻ വിടത്തില്ല. അല്ല, അതെന്താന്ന് വെച്ചാലേ ഹി ആക്ച്വലി നോസ്, ദേവികയുടെ ഫുൾ പൊട്ടൻഷ്യൽ അറിയാം. അപ്പം ഹി ഡോണ്ട് വോണ്ട് യു ടു സെറ്റിൽ ഫോർ സംതിങ് ലോ. മനസ്സിലാവുന്നില്ലേ? കാരണം ഇയാള് എൻ്റെ വൈഫ് ഇതിന് വേണ്ടി അത്രയും ഫുൾ പൊട്ടൻഷ്യൽ അറിയുന്നത് കൊണ്ടാണ്, ആ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ്. അതായത് ഒരു ദേവി നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഒരു ഭാഗ്യം എന്നുള്ള രീതിയിൽ. സി ഹാവിങ് എ പാർട്ട്ണർ ലൈക്ക് ദിസ്, ഹാവിങ് ഇൻലോസ് ലൈക്ക് ദിസ് ഈസ് ഓൾസോ ഒരു ഭാഗ്യം തന്നെയാണ്. പിന്നെ ഒരു എലമെന്റ് എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിപ്പറേഷൻ ജേർണിയിൽ താങ്കളിപ്പം IFS ഓഫീസർ, അതാണ് IFS ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലി താങ്കൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു സർവീസും കൂടെയാണ് IFS. അപ്പം ബീങ് എ ഡിപ്ലോമാറ്റ്, എന്താണ് എങ്ങനത്തെ ഒരു ഡിപ്ലോമാറ്റ് ആവണമെന്നാണ് താങ്കൾ അങ്ങനെ ഇൻസ്പയർ ചെയ്തിരുന്ന ഡിപ്ലോമാറ്റ്, അല്ലെങ്കിൽ എന്താണ് താങ്കൾ ഒരു IFS ഓഫീസർ ആകുമ്പം എക്സ്പെക്ട് ചെയ്യുന്നത്? താങ്കൾ എങ്ങനെയായിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? എങ്ങനെയുള്ള ഒരു IFS ഓഫീസർ ആയിരിക്കും ദേവിക? സാർ, എൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള, ഞാനൊരു നല്ല ലിസണറാണ്. അപ്പോൾ ആ ഒരു എബിലിറ്റി കൊണ്ട് നല്ല റിലേഷൻഷിപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം എന്നാണ് സാർ എൻ്റെ ആഗ്രഹം. ഒരു മെന്റർ എന്നുള്ള രീതിയിൽ ഒരു കുട്ടി റാങ്കിൽ വരുമ്പം ഉള്ള സന്തോഷം നിങ്ങൾ മൾട്ടിപ്പിൾ ടൈം കിട്ടിയിട്ടുള്ള ഒരാളാണ്. ജോഗ്രഫി ടോപ്പർ വന്നിട്ടുണ്ട്, ജൂഡിജസ് റാങ്ക്സ് വന്നിട്ടുണ്ട്. ദേവികയുടെ റിസൾട്ട് കേട്ടപ്പോൾ, കാരണം ദേവിയുടെ റിസൾട്ട് നിങ്ങൾ ഓൾമോസ്റ്റ് ഷുവറാണ് കേട്ടോ, നിങ്ങൾ പറയുന്നുണ്ട് ദേവിക കിട്ടിക്കഴിഞ്ഞാൽ. വാട്ട് വാസ് യുവർ ഫീൽ? ഒരു മെന്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്താ എക്സ്പെക്ട് ചെയ്തത്, അല്ല എന്തായിരുന്നു ഒരു ഫീലിംഗ് ദേവിയുടെ റിസൾട്ട്? അല്ല, സ്വാഭാവികമായിട്ട് നമുക്ക് സന്തോഷം ഉണ്ടാവും. പിന്നെ ദേവികയുടെ റിസൾട്ട് ശരിക്കും ടെക്നിക്കലി അത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെയാണ്. കാരണം വെച്ചാൽ 2 പ്രിലിംസ് ദേവിക രണ്ടും വെറുതെ എഴുതിയതാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെൻറ്റർ ചെയ്യുന്ന ഒരാൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യുന്നു എന്ന് പറയുമ്പം ദാറ്റ് ഈസ് ആ ഒരു സന്തോഷം വേറൊരു ലെവലുള്ള സന്തോഷമാണ്. പിന്നെ ദേവികയുടെ ആ ഒരു ഇപ്പം പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ വരെയുള്ള ഓരോ ദിവസവും എനിക്കറിയാം ഹൗ മച്ച് ഈസ് ആക്ച്വലി പുട്ടിങ് ദ എഫേർട്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ഔട്ട്കം കിട്ടണം എന്നുള്ളത് ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ TJ ആയിട്ട് റിസൾട്ട് വരുന്നതിന് അന്ന് രാവിലെ എന്നോട് സംസാരിക്കുമ്പം ഞാൻ TJയോട് പറഞ്ഞു, അതായത് ഇങ്ങനെ ആരൊക്കെയാണ് കിട്ടുക എന്നുള്ളത്. അപ്പം ഞാൻ വേറെ ആരുടെ പേരും പറഞ്ഞപ്പോൾ കിട്ടിയ പേര് നമുക്ക് പറയാമല്ലോ. അപ്പം TJയോട് ഞാൻ പറഞ്ഞു മാളവികയുടെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാളവികയ്ക്ക് കിട്ടും, അതേപോലെ ദേവികയ്ക്ക് കിട്ടും. പിന്നെ വേറെ 2-3 പേരുടെ പേരും കൂടെ പറഞ്ഞു. അവർക്ക് കിട്ടിയില്ല, പക്ഷെ അവർ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത കൊല്ലം എന്തായാലും കിട്ടുന്നവരുണ്ട്. അപ്പം അങ്ങനെ അത് നമുക്ക് അവരെ കൂടെ നമ്മൾ ആ ഒരു യാത്രയിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ ദേവികയുടെ റിസൾട്ടിൽ എനിക്കെന്താണെന്ന് വെച്ചാൽ ഐ എം സോ ഹാപ്പി ഫോർ യു, അതാണ് എൻ്റെ ഒരു ഫീലിംഗ് എനിക്ക് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ 12 years ആയിട്ട് UPSC മെൻറ്റർ ചെയ്യുന്നു, ഞാനൊരു 10 years ആയിട്ട് മെൻറ്റർ ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിനെ. അപ്പം നമ്മുടെ ഈ പ്രോസസ്സിൻ്റെ ഒരു വാലിഡേഷൻ ഉണ്ടല്ലോ, നമ്മൾ ചെയ്യുന്നത് ശരിയാണ്. കാരണം നമ്മളൊരു സ്റ്റുഡൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അപ്പം അതിൽ സ്റ്റഫ് ഉണ്ട്, പുഷ് ചെയ്യാം, നമ്മളങ്ങനെ എഫേർട്ട് എടുത്തു, നമ്മളൊരു എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഫൈനൽ അതിൽ ഔട്ട്പുട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇറ്റ് ഗീവ്സ് ഫെയ്ത്ത് ഫോർ യു, റൈറ്റ്? ഇത് നമ്മൾ ചെയ്യുന്നതിൽ ഒരു ശരിയുണ്ട് എന്നുള്ളത്. ദേവികയുടെ കാര്യത്തിലേ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ദേവികയ്ക്ക് എന്നെ ഭയങ്കര വിശ്വാസമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഒരുപാട് ആസ്പിരൻസിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ കുറച്ച് 2-3 അറ്റംപ്റ്റ് കഴിയുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ദേവികയുടെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവികയ്ക്ക് എന്നെ ഭയങ്കര വിശ്വാസമായിരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് എനിക്ക് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കണം എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഞാൻ അറിയാതെ എന്നിൽ നിന്ന് നമുക്ക് വന്നു ചേരുമല്ലോ. മനസ്സിലായി? അതെനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ദേവിക, ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം എനിക്ക് ഒബ്സർവ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേവികയായിട്ട് 1-to-1 ഒക്കെ ഇരിക്കുന്ന സമയത്ത് ദേവിക ഡാഫിൻ്റെ കാര്യം പറഞ്ഞപ്പം കേസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. കേസിൻ്റെ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു, പക്ഷേ അപ്പോയിൻമെൻറ്റ് വന്നിട്ടില്ല. പല PSC പരീക്ഷകൾ എഴുതുന്നതിനെ പറ്റി നേരത്തെ പരീക്ഷ പേടിയില്ല, പിന്നെ ഒത്തിരി PSC പരീക്ഷ എഴുതുന്ന കാര്യം പറഞ്ഞു. അപ്പം പക്ഷെ പല PSC പരീക്ഷയുടെയും ഫൈനൽ ലിസ്റ്റിൽ വന്നെങ്കിലും അപ്പോയിൻമെൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല.
പിന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഇന്റർവ്യൂവിന്റെ കാര്യം വരുന്നു. അപ്പം പല പരീക്ഷകൾ വരുന്നു, ഫൈനൽ ലിസ്റ്റിൽ വരുന്നു, പക്ഷെ അപ്പോയിന്റ്മെന്റ് വരുന്നില്ല. പക്ഷേ റിസൾട്ട് വരുമ്പോഴത്തേക്കും UPSC റിസൾട്ട് വരുമ്പോഴത്തേക്കും ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് പരീക്ഷയുടെ മദർ ഓഫ് ഓൾ എക്സാം. അല്ലെ, ദ മദർ ഓഫ് ഓൾ എക്സാമിനേഷൻ എന്ന് പറയുന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ വരുന്നു, അപ്പോയിന്റ്മെന്റ് വരുന്നു. അത് ഏറ്റവും ടോപ്പ് 2 സർവീസുകളിൽ ഒന്നിലേക്ക്. അതെങ്ങനെ കാണുന്നു അതിനെ? അതായത് ഇതുവരെ ഒന്നും വരാതെ ഇതിലെത്തുമ്പോഴത്തേക്കും അതിനെങ്ങനെ നോക്കിക്കാണുന്നത്? സാർ, ഒരു വലിയ ആസ്പെക്റ്റ് ഞാൻ ഇട്ട എഫേർട്ടും ഞാൻ വർക്ക് ചെയ്തത് ഇത് കിട്ടാനാണ്, സിവിൽ സർവീസ്. മറ്റേ എക്സാംസ് സൈഡിൽ എഴുതിയതാണ്. അപ്പോൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന കുട്ടികൾക്കല്ലേ അത് കിട്ടേണ്ടത്. ഞാൻ അതിനുവേണ്ടി എക്സ്റ്റെൻസീവ്ലി വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും സാർ. പിന്നെ അപ്പോൾ ഇതിനെ ഒരുപാടെണ്ണം കിട്ടാതിരിക്കുമ്പോൾ ഭയങ്കര വിഷമം വരും. അപ്പം PSCയുടെ ഒക്കെ എഡ്ജിൽ വന്നിട്ട് ജോലി കിട്ടാതിരിക്കും. ജോലി കിട്ടാത്ത ഒരു ആസ്പെക്റ്റിലാണ് ഏറ്റവും വിഷമം വന്നിട്ടുള്ളത്. ആര് ചോദിച്ചാലും എന്ത് ചെയ്യുന്നു, ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം. പക്ഷേ എഫേർട്ടെല്ലാം UPSCക്ക് വേണ്ടിയിട്ടാണ് ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് ഭാഗ്യത്തിന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇന്ത്യനെ ഗ്ലോബൽ വേൾഡിൽ റെപ്രസെന്റ് ചെയ്യുന്നു നമുക്ക് പറയാൻ സാധിക്കും. അതിൽ പ്രകാരം അതിൽ വലുതൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഐലേൺ എന്ന് പറയുന്ന ഒരു സ്ഥാപനം സംബന്ധിച്ചിടത്തോളം ദേവിയുടെ റിസൾട്ട് നമ്മൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. ടോപ്പ് 100ൽ നമുക്ക് 5 പെൺകരുത്തുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. എല്ലാവരും തന്നെ അവർ 5 പേരും ഐലേണായിട്ട് ഭയങ്കര ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്യും. നമുക്ക് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ സമയത്തും 5 പേരുടെ പേര് എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം ദേവിയുടെ റിസൾട്ടിൽ കേരളം മൊത്തം ആഘോഷിക്കുന്നു, ട്രിവാൻഡ്രം ആഘോഷിക്കുന്നു, ചാത്തന്നൂർ, കൊല്ലം ആഘോഷിക്കുന്നു. അപ്പോൾ ഐലേണും ഭയങ്കരമായിട്ട് അങ്ങ് ആഘോഷിക്കുകയാണ് റിസൾട്ട് വന്നതിൽ. പിന്നെ ഐ ആം വെരി ഷുവർ ദാറ്റ് ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ദേവിക ഒരു ഓഫീസർ എന്നുള്ള രീതിയിൽ, ഒരു ഡിപ്ലോമ എന്ന രീതിയിൽ പല അച്ചീവ്മെന്റ്സ് നേടുമ്പം ദാറ്റ് അഗെയിൻ മേക്സ് അസ് ലോട്ട് ഓഫ് ഹാപ്പി. സോ ഐ തിങ്ക് ദിസ് ഈസ് വാട്ട് കീപ്സ് അസ് ഡൂയിങ്. ഈ 10 വർഷവും ഐലേൺ എന്നുള്ള സ്ഥാപനം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും, മെന്റേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും, നിങ്ങളുടെ ഈ കുഞ്ഞു റിസൾട്ടും പിന്നെ നിങ്ങൾ സർവീസിൽ കയറിയിട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന ഓരോ അച്ചീവ്മെന്റ്സും അത് ഞങ്ങളുടെയൊക്കെ കുഞ്ഞു നാഴേക്കല്ലുകളാണ്. അത് ഞങ്ങൾക്ക് തരുന്നത് നിങ്ങൾ തരുന്ന ഏറ്റവും വലിയൊരു ഗുരുദക്ഷിണയെന്നോ ഏറ്റവും വലിയൊരു റിട്ടേൺ ഗിഫ്റ്റ് എന്നോ പറയുന്നത്. ഐ തിങ്ക് വി ആർ റിയലി appreciating you for getting into the service, and we really hope that you will make the name of ഐലേൺ more brightful in the future. Okay, once again, congratulations. Thank you, sir. Thank you. Thank you.